നമ്മള് പെസഹാപ്പം ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പാണ്. വീട്ടിലെ ഗൃഹനാഥൻ ആ അപ്പം മുറിച്ച് എല്ലാവർക്കുമായിട്ട് പാലിച്ചു തരും. ഏത് പരുവത്തിനാന്ന് നമുക്കറിയില്ല. ഈ ഒരപ്പം ഓരോ പ്രദേശങ്ങളിലും ഓരോ രീതിയിലാണ് ഉണ്ടാക്കുന്നത്. അപ്പം റെഡിയാക്കി വെച്ച് വേണം നിങ്ങൾക്ക് കാണാനായിട്ട് വീഡിയോ ഇടാം. ഉഗ്രന ഞാൻ കഴിച്ചേക്കണതിൽ ഏറ്റവും രുചിയുള്ളതാ. അപ്പേനെ ഒന്ന് വിളിക്കണം. എന്തിനാ അറിയാലോ, സാധാരണ കുരിശിന്റെ പെസഹാപ്പം ചുടുമ്പോ ആ കുരിശായിട്ട് എടുക്കണ കുരുത്തോ ഓല നമ്മള് പള്ളിയിൽ നിന്ന് ഓശാനയ്ക്ക് അച്ഛൻ വാഴ്ത്തി തന്നെ കുരുത്തോലയാ. ഇത് കൊണ്ടുവന്ന് കഴിഞ്ഞ് എങ്ങനെയാണോ കാണിക്കണെന്നൊക്കെ അപ്പച്ചനോട് ചോദിക്കാറുണ്ട്. വാപ്പ അത് വെച്ചതാ കറക്റ്റ് അല്ലേ നോക്കിയേ. പിന്നെ എങ്ങനെയുണ്ട് കണ്ടിട്ട്? മീനപ്പാട്ടോ ഇങ്ങോട്ട് വയ്ക്കുക. രണ്ടെണ്ണം ഉണ്ട്. ഒന്ന് കുരിശിട്ടാ പാപ്പ കുരിശ് വെച്ചപ്പം. ഇന്ന് നമ്മക്ക് പെസഹാ വ്യാഴത്തിലേക്ക് കടന്നു. ഈ ആഴ്ച കറികളൊക്കെ വളരെ കുറവായിരിക്കും. അപ്പൊ സ്വല്പം ഒരു മോരുകാച്ചും ഉണ്ട്, പാടത്തെ അച്ചിങ്ങാപ്പറ വെളുത്തിയതുകൊണ്ട് അത് മാത്രമേ കറിയുള്ളൂ. പിന്നെ പിക്കിളിരിപ്പുണ്ട്. ഇപ്പൊ രാവിലെ തന്നെ പെസഹായ്ക്ക് എന്നാ പ്രത്യേകത, പെസഹ അപ്പവും പാലും ഉണ്ടാക്കണം. ഇപ്പൊ പെസഹ അപ്പം ഉണ്ടാക്കാനുള്ള പരിപാടിയാണ്. രാവിലെ ഉച്ചയ്ക്ക് മുമ്പ് അപ്പം അങ്ങ് പുഴുങ്ങി വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഉച്ച കഴിഞ്ഞിട്ട് പാല് കുറുക്കാം. ഞങ്ങള് പെസഹ അപ്പം ചുട്ടതും പുഴുങ്ങിയതും ഓൾറെഡി ഒരു 3 വർഷം മുമ്പ് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. എല്ലാ വർഷവും പെസഹാപ്പവും പാലും കുറുക്കാറുണ്ട്. നമ്മുടെ വീടുകളിലൊക്കെ എന്തെങ്കിലും മരണം പോലെയുള്ള സംഗതികൾ ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ അപ്പവും പാലും ആ വർഷം ചെയ്യാറില്ല. അപ്പം നമുക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ബന്ധു വീടുകളിൽ നിന്നൊക്കെ നമുക്ക് ആ വർഷത്തെ അപ്പവും പാലും ഒക്കെ നമുക്ക് വേണ്ടപ്പെട്ടവർ കൊണ്ടുപോയി തരുക പതിവ്. അപ്പം അങ്ങനെയാണ് സാധാരണ ചെയ്യണത്. അപ്പം നമ്മൾ പെസഹാപ്പം ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പാണ്. ഞങ്ങളുടെ നാട്ടിലുള്ള രീതി അനുസരിച്ചാണ് ഞാൻ ചെയ്യണേ. ഇന്ന് ഞങ്ങൾ ചുടുകയല്ല, പുഴുങ്ങിയെടുക്കണേ ഉള്ളൂ. അപ്പം ഉഴുന്ന് വറുത്തിട്ട് അരിപ്പൊടിയും ചേർത്തിട്ടുള്ള തേങ്ങയും വെളുത്തുള്ളിയും ജീരകമൊക്കെ അരച്ച് ചേർത്തിട്ടുള്ള പെസഹാപ്പാണ് പുഴുങ്ങണത്. ഒരു പെസഹാപ്പം കുരിശിട്ട് ഉണ്ടാക്കും. ആ കുരിശിട്ടുണ്ടാക്കണ അപ്പം സന്ധ്യയ്ക്ക് കുളിയൊക്കെ കഴിഞ്ഞ് നമസ്കാരമൊക്കെ കഴിഞ്ഞ് വീട്ടിലെ ഗൃഹനാഥൻ ആ അപ്പം മുറിച്ച് എല്ലാവർക്കുമായിട്ട് പാലിച്ചു തരും. അങ്ങനെയാണ് സാധാരണ രീതി കേട്ടോ. അപ്പം ദേ ഈ ഗ്ലാസ്സിന് 1 ഗ്ലാസ് പുട്ടിൻ്റെ പൊടിയാണ്. ഇത്തവണ ഞാൻ പച്ചരി പൊടിച്ചല്ല ഉണ്ടാക്കണേ, പകരം വറുത്ത പൊടി കൊണ്ടാണ് പെസഹാപ്പം ഉണ്ടാക്കണത്. അപ്പം 1 ഗ്ലാസ് വറുത്ത പുട്ടിൻ്റെ പൊടി തരിങ്ങുള്ള പൊടി എടുക്കും. ആ പൊടിയുടെ കൂടെ ഈ അപ്പം കടുകടുന്നല്ലേ ഇരിക്കണം, മർദ്ദവും കുറവല്ലേ. അപ്പോൾ ഒരു 2 സ്പൂൺ വറുത്ത അപ്പത്തിൻ്റെ പൊടി കൂടി ആഡ് ചെയ്യേണ്ട, ഒരു ചെറിയ ഒരു നൈസ് ഫോം വരാൻ വേണ്ടി. അപ്പം തീരെ നൈസായി കഴിഞ്ഞാൽ പെസഹാപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടുപ്പം ഉണ്ടായിരിക്കണം. അപ്പം നമുക്ക് ചേർക്കുമ്പോൾ ഞാനത് കാണിക്കാം പൊടി. അപ്പോൾ 1 ഗ്ലാസ് പൊടി എടുക്കണത് കൊണ്ട് 1/2 ഗ്ലാസ് ഉഴുന്ന് ചേർക്കണ്ട കേട്ടോ. നമ്മുടെ അളവാണ് നമ്മൾ പറയണത്. ഞാൻ പറഞ്ഞു പല സ്ഥലത്തും പല രീതിയിലുള്ള അളവായിരിക്കും. പച്ചരി വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ച് പൊടിച്ചെടുത്തിട്ടും വെള്ളം മാർന്നിട്ട് നമ്മൾ അരി മിക്സിയിൽ പൊടിച്ചെടുത്തിട്ടും ചെയ്യാം. അങ്ങനെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇത്തവണ വറുത്ത പൊടി വേണ്ട ചെയ്യണം. അപ്പം അതിൻ്റെ മുന്നോടിയായിട്ട് ഞാൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉഴുന്നെടുത്തിട്ട് അതൊന്ന് കഴുകി വെച്ച് വെള്ളം മാറാൻ കിഴുത്ത പാത്രത്തിൽ വെച്ചു. എന്നിട്ട് പുറത്ത് കൊണ്ടുപോയി വെച്ച് ഡ്രൈ ആക്കി എടുത്തതാണ്. വറുത്തെടുക്കാനായിട്ട് കുഴഞ്ഞിരിക്കണ വറക്കാൻ പറ്റുമല്ലോ അതെ. അപ്പം ഉണങ്ങി കിട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയൊരു നനവ് പോലെ ഉണ്ട് കേട്ടോ. അപ്പം നമുക്ക് ചീനച്ചട്ടിയിലിട്ട് വറുത്തെടുക്കാം. ഇതൊരു ബ്രൗൺ പോലെ ലൈറ്റ് ബ്രൗൺ കളറാവുന്നവരും വറുത്തെടുക്കണം. എന്നിട്ട് തണുത്തതിന് ശേഷം തരിങ്ങായിട്ട് പൊടിച്ചെടുക്കണം. പിന്നെ ഒരു കാര്യം പറഞ്ഞോട്ടെ, പണ്ടത്തെ കാരണവന്മാരൊക്കെയുള്ള വീടുകളിൽ പെസഹ ആകുമ്പോൾ പെസഹാപ്പം ചുടാനും അല്ലെങ്കിൽ പുഴുങ്ങാനും പാല് കുറുക്കാനുമായിട്ട് പുതിയ പാത്രങ്ങളാണ്, പുതിയ ഫ്രഷ് പാത്രം വാങ്ങിച്ചാണ് ഉണ്ടാക്കാറ്. ചില സ്ഥലങ്ങളിൽ അത് മൺപാത്രത്തിലായിരിക്കും. സ്റ്റീലൊന്നും അങ്ങനെ പ്രചാരത്തിൽ അധികമില്ല. അപ്പം അങ്ങനെയുള്ള പാത്രങ്ങളും പുതിയ ചിരട്ടക്കയിലും ഒക്കെ മേടിച്ചാണ് തയ്യാറാക്കണത്. ഞങ്ങളിപ്പോൾ പുതിയ പാത്രങ്ങളൊന്നുമല്ല, ഓൾറെഡി ഉപയോഗിക്കുന്ന പാത്രം തന്നെ ക്ലീനായിട്ട് കഴുകിയെടുത്ത് ഉണക്കി വെച്ച് അതിലാണ് ചെയ്യുന്നത്. അപ്പം നമുക്ക് ആദ്യം പറഞ്ഞു നിന്ന് കഴിഞ്ഞാൽ സമയം പോകും. നമുക്ക് ഉഴുന്ന് വറക്കാം. ഓക്കെ. അപ്പൊ അതെ കഴുകി നീറ്റാക്കി ഉണക്കി വെച്ചിരിക്കുന്ന ചീനിച്ചട്ടി കേട്ടോ. അതിലേക്ക് ഉഴുന്നിടണം. ഉഴുന്നിങ്ങനെ ചെറിയ ഒരു വെള്ളം പോയി വെയിലത്തൊക്കെ വെച്ചതാണ്. ഫുഡ് കവറും ഒക്കെ ഇട്ട് വെച്ചിടണമെങ്കിലും ചെറിയൊരു തണുപ്പ് പോലെ ഉണ്ട്. ശബ്ദം കേൾക്കുമ്പോ അറിയാം, ഡ്രൈ അല്ലല്ലോ. അത് ഉഴുന്ന് കഴുകാതെ ആരും എടുക്കരുത്. കാരണം എന്താണെന്ന് വെച്ചാൽ കടയിലിരിക്കുന്ന ഉഴുന്ന് ഏത് പരുവത്തിനാണെന്ന് നമുക്കറിയില്ല. അപ്പൊ നമ്മൾ കഴുകി ഇതുപോലെ വെള്ളം മാർന്നിട്ട് പതുക്കെ ഒന്ന്
നന്നായിട്ട് ഡ്രൈ ആക്കി എടുത്താൽ അത്രയും നല്ലത്. അപ്പം ഞാൻ ഇന്നലെ അത് ചെയ്ത് വെച്ചില്ല, ഇന്നാണ് ചെയ്തത്. അതുകൊണ്ട് ചെറിയൊരു നനവില്ല, പക്ഷെ ഒരു തണുപ്പ് രാശിയുണ്ട് അതിൽ. ഏതായാലും വറുത്തെടുക്കുമ്പോൾ ഡ്രൈ ആയിക്കോളൂല്ലോ. അപ്പം നമുക്ക് അതിൻ്റെ പരിപാടി ചെയ്യാം കേട്ടോ. ഓക്കെ, ഉഴുന്നൊക്കെ ചുമന്നു. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യുക കേട്ടോ. ഈ പാകം മതി. കാരണം എന്താണെന്ന് വെച്ചാൽ ഇച്ചിരിയോടെ ഒന്ന് ഡ്രൈ ആവൂലേ ഇരുന്ന്. ഇത് മതി കളർ. അപ്പം നമുക്കില്ലേ ഇത് ഈ പാത്രത്തിൽ നിന്ന് മാറ്റാം, കാരണം തണുക്കാനായിട്ട് അനുവദിക്കണം. അപ്പം നമുക്ക് വേറൊരു പ്ലേറ്റ് എടുത്തോണ്ട് വരാം കേട്ടോ. വലിയ വിസ്തൃതമുള്ളൊരു പ്ലേറ്റ് എടുക്കാം. എന്നിട്ട് അതിലേക്ക് മറിച്ച് കഴിഞ്ഞാൽ ഞാൻ തണുത്ത് കിട്ടിക്കോളും. തണുത്തതിന് ശേഷം പൊടിക്കാൻ പറ്റുള്ളൂ, അത് അറിയാലോ. പിന്നെ ഞാൻ തേങ്ങ ഇരട്ടി വെച്ചിട്ടുണ്ട് ഓൾറെഡി. പിന്നെ നമുക്ക് കുഴച്ച് വെച്ച് കഴിഞ്ഞാൽ ഒരു അപ്പനെ കൊണ്ട് ഓല കൊണ്ടൊരു കുരിശൊക്കെ ഉണ്ടാക്കണം. ആദ്യം കുരിശുള്ള അപ്പം അങ്ങ് പുഴുങ്ങാൻ വെക്കാം കേട്ടോ. കുഴച്ച് കഴിഞ്ഞാൽ ഒരു 10 മിനിറ്റ് ഇരുന്നേച്ച് നമുക്ക് ഗ്യാസ് ഓൺ ചെയ്ത് അപ്പച്ചമ്പിൽ പുഴുങ്ങാം കേട്ടോ. ഓക്കെ, ഞാൻ പ്ലേറ്റിലേക്ക് മാറ്റാം. പ്ലേറ്റ് എടുത്തോണ്ട് വരാം. ദേ നന്നായിട്ട് തണുത്തു. ഒരു നേരി ഇതുണ്ട്, എന്നാലേ പൊടിയുള്ളൂ. അപ്പൊ നൈസായിട്ട് പൊടിക്കരുത് കേട്ടോ. ഇത് കടുകടുന്നിരിക്കുന്ന അപ്പല്ലേ, അപ്പൊ ഇച്ചിരി തരിങ്ങ് വേണം കേട്ടോ. ഓ അത് ശരി, അങ്ങനെയാണ് വേണ്ടത്. അത് ഞാൻ എല്ലാ വീഡിയോയിലും പറയാറുണ്ട്. പെസകാപ്പം ചൂടുന്ന വീഡിയോയിൽ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാട്ടോ. പിന്നെ പുതിയ പുതിയ ആൾക്കാർ പഴയതെടുത്ത് അങ്ങനെ നോക്കൂലല്ലോ. ഇത്തവണ ഞാൻ പറഞ്ഞില്ലേ, നേരത്തെ ഒരു പ്രാവശ്യം വറുത്ത പൊടിയും കൊണ്ട് ചെയ്തിട്ടുണ്ട്. ഇത്തവണ രണ്ടും കൂടെ മിക്സ് ചെയ്താ, അതായത് അപ്പത്തിന്റെ ഇച്ചിരി എടുക്കും, കൂടുതൽ പുട്ടിന്റെ അത് കാണിക്കാം, മിക്സിങ്ങിന്റെ സമയത്ത് കാണിക്കാം. ഇത് പൊടിച്ചെടുക്കട്ടെ കേട്ടോ. ചേച്ചി വേഗം കൊണ്ടുവരാം. ഈ പരുവത്തിന് ദേ തരിങ്ങ, തരിങ്ങ ശബ്ദം കേൾക്കാം. ഇതിലേക്ക് ചേർക്കുവാണേ. ഇനിയിപ്പോ ഇല്ലേ നല്ല മണം. അത് ഉഴുന്ന് വറുത്തതല്ലേ, അതുകൊണ്ടാണ്. ഒട്ടും പുളിപ്പിക്കൂല കേട്ടോ. ഞങ്ങളുടെ സ്ഥലങ്ങളിലൊന്നും പുളിപ്പിക്കൂല. ചിലരൊക്കെ പുളിപ്പിച്ചുണ്ടാക്കും. ഇത് പുളിപ്പിക്കാത്ത അപ്പോന്നാണ് നമ്മൾ അറിയപ്പെടണം കേട്ടോ. ഞാൻ പറഞ്ഞതാണ് നമ്മുടെ രീതി കേട്ടോ. അപ്പൊ ഇത് മൂടി വെക്കാം. മൂടി വെച്ചിട്ട് ചെയ്യേണ്ട എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ തേങ്ങ ഇരട്ടി വെച്ചിട്ടുണ്ട്. ഇച്ചിരി കറുത്ത പാകങ്ങൾ മാറ്റാം. അപ്പത്തിനുള്ളതല്ലേ, പെസകാപ്പത്തിനുള്ളതല്ലേ. ഇതാട്ടോ, ഒരു മുറി തേങ്ങയാട്ടോ എടുത്തേക്കണേ. ഒരു ഗ്ലാസ് പൊടിക്ക് 1/2 ഗ്ലാസ് ഉഴുന്ന്, ഒരു മുറി തേങ്ങ. ആദ്യം വെളുത്തുള്ളി ജീരകവും കൂടെ ക്രഷ് ചെയ്യണം, എന്നിട്ട് വേണം തേങ്ങ ചേർക്കാൻ, അല്ലെങ്കിൽ അത് അരയൂല. ഇത് അരയണ്ട, ഒതുങ്ങിയാൽ മതി, ജസ്റ്റ് ഒന്ന് ഒതുങ്ങിയാൽ മതി. അപ്പൊ ഞാൻ ഉള്ളിയും ജീരകവും എടുക്കാം കേട്ടോ. ഇറക്കി അരക്കണം ചെറിയ ജീരകം. ഇതിലേക്ക് ഇട്ടു. വെളുത്തുള്ളി എടുത്തോണ്ട് വരാം കേട്ടോ. ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, എടുത്തോണ്ട് വരാം. ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ദേ കട്ട് ചെയ്തെടുക്കുക. അളവ് ഇങ്ങനെ ഞാനത് തൂക്കിയൊന്നുമല്ല കേട്ടോ എടുക്കണം. അപ്പം നമുക്ക് ആവശ്യത്തിനുള്ളത് നമ്മളങ്ങ് ചേർക്കുക. ഒരു ഗ്ലാസ്സിന് എത്ര കണ്ട് ഇതിൻ്റെ ടേസ്റ്റ് വേണമെന്ന് അനുസരിച്ച് അവനവനത് ആഡ് ചെയ്യുക. അവനവന് കൂടുതൽ ഉള്ളിയുടെ ജീരകത്തിൻ്റെ ടേസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ അത് ചേർക്കുക കേട്ടോ. ഞാൻ ചേർക്കണ അളവ് ഞാൻ കാണിച്ചു. ഇതിന് നിശ്ചിതമായ ഒരു അളവെന്ന് അങ്ങനെ പറയാനില്ല കേട്ടോ. ഇതൊന്നും ഇങ്ങനെ കാണിച്ചില്ലെങ്കിലേ അരിഞ്ഞു കിട്ടൂല. അതാ ഉള്ളി കടുപ്പല്ലേ. വെളുത്തുള്ളിയുടെ വില എത്രയാണെന്നറിയാമോ? കിലോ 400 എന്നുള്ളത് ഇപ്പൊ 300 ആയി. 400 ആയിരുന്നു, ഇപ്പൊ 300ലേക്ക് വന്നിട്ടുണ്ടോ. ഭയങ്കര വില. ഇനി ഇച്ചിരി വെള്ളം ഒഴിച്ച് വെച്ചാൽ ആദ്യം ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. അതിനുശേഷം മറ്റേ ഇത് ചേർക്കാം. ഇത് തേങ്ങ, വെളുത്തുള്ളി, ജീരകന്റെ സ്വല്പം വെള്ളം. ഇത് കുഞ്ഞു ബൗൾ എടുത്താൽ മതിയായിരുന്നു. പിന്നെ എല്ലാം കഴുകണ്ടല്ലോ എന്ന് ഓർത്താട്ടോ. ഒരെണ്ണം തന്നെ കഴിയാൻ മതിയല്ലോ. പാല് കുറുക്കാനായിട്ട് മറ്റേ വലിയ ബൗൾ എടുക്കണം. പറ്റില്ല. ഇനി ഒന്ന് അടച്ച് വെച്ച് ഒന്ന് ക്രഷ് ചെയ്ത് വെച്ചത് തേങ്ങ ചേർക്കും. തേങ്ങയും ചേർത്ത് ഒരു സ്വല്പം വെള്ളം ഒഴിക്കണം. കാണിക്കാം. അപ്പൊ ഇതാദ്യം ഒന്ന് ഇതാക്കട്ടെ കേട്ടോ. ഇങ്ങനെ വലിയ ബൗളിലായതുകൊണ്ട് ഇത് ഇങ്ങനെ ഒതുങ്ങി കിട്ടിയിട്ടുണ്ട്. കുഞ്ഞു ബൗളെടുത്ത് അത് ശരിക്കും അരഞ്ഞാൽ ഇനിയിപ്പോൾ തേങ്ങ ഇട്ടങ്ങ് ഇത് ചെയ്യാമല്ലോ. അതിപ്പോൾ എന്നാ ഇണങ്ങി അതൊന്നും മാറ്റാൻ ശരിയാവൂല. അത് കൊച്ചു ബൗളെടുത്താൽ മതിയായിരുന്നു. ഇച്ചിരി കഴുകാനുള്ള ഇത് നോക്കിയതാ. അപ്പം അത് ശരിയായില്ല. ഇട്ട് കഴിഞ്ഞപ്പോൾ വിചാരിച്ചായിരുന്നു. ഇനി നമുക്ക് എന്നാ ചെയ്യണ്ടേന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് ശരിക്കും അപ്പത്തിനൊക്കെ ഇല്ലേ പച്ചത്തേങ്ങ അരക്കേണ്ടത്. പിന്നെ പച്ചത്തേങ്ങ ഒരെണ്ണം വെള്ളം പച്ചത്തേങ്ങ ഒരെണ്ണം കിടക്കണതേ ഞാൻ പാല് കുറുക്കാനായിട്ട് അതിന് വെച്ചേക്കും. അപ്പൊ പാല് കുറുക്കാൻ തേങ്ങാപ്പാല് നന്നായിട്ട് വേണ്ടേ, അതുകൊണ്ട് അത് എടുത്തില്ല. ഇതിപ്പോ ഇച്ചിരി ഉണക്കല് ആ പാകത്തിലേക്ക് വന്ന തേങ്ങ കേട്ടോ. അത് ആ പൊരിപ്പില് കറുത്ത നിറത്തിലിരുന്നേ കണ്ടില്ലേ, ഞാൻ പൊരിപ്പില് മാറ്റിയത്. ഇനി അരച്ചോണ്ട് വരാം കേട്ടോ. അരക്കേണ്ട ആവശ്യമില്ല, ഒന്ന് ഒതുങ്ങിയാൽ മതി. ഓക്കെ, ഈ പരുവത്തിന് ഒതുക്കി. ഞാൻ പറഞ്ഞില്ല അതൊന്ന് ഉള്ളിയും ജീരകവും ഒന്ന് ഇത് കിട്ടാൻ വേണ്ടിയാട്ടോ ഇത്രയും ഒതുക്കിയത്. അല്ലെങ്കിൽ അതിൻ്റെ അത്ര ആവശ്യമൊന്നുമില്ല. ഇപ്പൊ ഉഴുന്ന് മാത്രമേ വറുത്ത് പൊടിച്ചതിൽ ഇട്ടിട്ടുള്ളൂ. ഇനി അരിപ്പൊടി ഇടാനുണ്ട് കേട്ടോ. അത് നമുക്ക് എടുക്കാം. അതിന് മുമ്പ് നമുക്കില്ലേ ഇച്ചിരി വെള്ളം ഇതിൽ ഒഴിച്ചിടാം. കാരണം ഇതിലൊട്ടും വേസ്റ്റ് ആക്കണ്ട. അത് കുഴക്കാൻ നേരത്ത് എടുക്കാം. ഇത്രയും
തരിങ്ങുള്ള പുട്ടിന്റെ പൊടി, വറുത്ത പുട്ടിന്റെ പൊടി. അത് മുഴുവൻ തരിങ്ങാട്ടോ, പുട്ടുപൊടി ആകുമ്പോ അങ്ങനെയാണ് തരിങ്ങ. ദേ അതിലേക്ക് മാറ്റിക്ക്. ദേ കൂമ്പന അപ്പത്തിന്റെ വറുത്ത പൊടി ഒരു സ്പൂണോടെ ഇടും. അത് ഞാൻ പറഞ്ഞില്ലേ, ഇത് നൈസ് അപ്പം അല്ല എങ്കിലും ഒരു സ്വല്പം ഇത് കിട്ടാൻ വേണ്ടി നമ്മളൊരു സ്വല്പം അപ്പത്തിന്റെ പൊടി ചേർക്കണം കേട്ടോ. ഒരു നിർബന്ധവും ഇല്ല. ഞാൻ പറഞ്ഞില്ലേ, പച്ചരി കുതിർത്തിയേച്ച് പൊടിച്ച് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. വറുത്ത അപ്പത്തിന്റെ പൊടി കൊണ്ട് തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. വറുത്ത പുട്ടിന്റെ പൊടി കൊണ്ട് തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം ഞാൻ വെറുതെ ഇങ്ങനെ ഓരോ മിക്സിങ് ഇങ്ങനെ ഓരോ പ്രാവശ്യം രീതിയിൽ കാണിക്കണം എന്നുള്ളൂ. ഏത് രീതിയിൽ വേണമെങ്കിലും ചെയ്യാം. ഇത് ശരിക്കും ചെയ്യേണ്ടത് നല്ല തരിങ്ങുള്ള വറുത്ത പൊടിയോ അല്ലെങ്കിൽ പച്ചപ്പൊടിയോ ചേർത്താണ് അപ്പം ഉണ്ടാക്കണത് കേട്ടോ. പച്ചപ്പൊടി എന്ന് വെച്ചാൽ നമ്മൾ അപ്പം പൊടിച്ചെടുക്കണത്. ഓക്കെ, അപ്പം ഇനി മിക്സിങ് നടത്താം. ഇതിലേക്ക് ചേർക്കും. അതെ, 2 കളറും ഇതുവാ, തരിങ്ങ ഉള്ളതും ഇല്ലാത്തത്. ഇനി എന്നാ ചെയ്യണ്ടേന്ന് അറിയുമോ? കൈ മര്യാദയ്ക്ക് കഴുകുക. അതെ, ഇത് പൊടിയായിരിക്കണത്. മര്യാദയ്ക്ക് കഴുകി ഇച്ചിരി ഉപ്പ് ചേർക്കണം. ഇത് വിട്ടുപോയില്ലേ, ഇനി വേണമെങ്കിൽ പിന്നെ ചേർക്കാം. ചുടാൻ നേരത്ത് നോക്കി വെച്ച് കൂടിപ്പോയ പിന്നെ ഇതിലേക്ക് പൊടി ചേർക്കാൻ ഉദ്ദേശിക്കുന്നില്ല. 2 അപ്പം ഉദ്ദേശിക്കണോളൂ നമ്മളെ എന്നാണ് എൻ്റെ മനസ്സിലിരിക്കുന്നത്. അത് മതിയല്ലോ, അത് മതി. ഇതിപ്പോ ഒരു ആചാരമല്ലേ നമ്മുടെ, അല്ലാണ്ട് ഇത് വയറ് നിറച്ച് കഴിക്കുന്ന ഒരു സാധനമല്ലല്ലോ. ഈ ഉഴുന്നും അരിപ്പൊടിയും കൂടി ആകുമ്പോൾ കുതിരും നന്നായിട്ട്. അതല്ല, നമ്മൾ കഴിച്ചാലും നമുക്ക് നല്ല ഘനായിട്ടാ കട്ടിയിൽ ഇത് കഴിച്ചു കഴിഞ്ഞ ഉള്ളില് നല്ല ഇതായിരിക്കും. തരിങ്ങ് ഫീൽ ചെയ്യണുണ്ടോ? ശരിക്കും കയ്യിൽ നന്നായിട്ട് ഇത് കാഴ്ചയിലും അറിയാൻ പറ്റുമോ? അത് ശബ്ദം കേൾക്കാം. അത് തരിങ്ങ ഇതായിട്ടാ. ഇനി എന്നാ ചെയ്യണ്ടേന്ന് അറിയാമോ? ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക. അപ്പൊ ഞാൻ വെള്ളം കപ്പിൽ വെച്ചിട്ടുണ്ട്. അത് കൂടാതെ മിക്സി അടിച്ച് ആ വെള്ളമുണ്ട്. അപ്പൊ തേങ്ങയും ചീരകവും ഉള്ളിയൊക്കെ ഇതിലുണ്ടല്ലോ അംശം. അപ്പൊ അത് കളയണ്ടെന്നോർത്തതേ. ഇത് പോരാ, എന്തായാലും ചേർക്കാം. ഇത് പോരാട്ടോ വെള്ളം. അടയുടെ പാകവും അല്ല ദോശയുടെ പാകവും അല്ലാത്ത പരുവത്തിനാ. ഇതെങ്ങനെയാന്ന് വെച്ചാൽ കയ്യിൽ കൊണ്ട് കോരി ഒഴിക്കുവല്ല, കിണ്ണത്തില് ഇങ്ങനെ വെച്ചേച്ച് പരത്തി എടുക്കുക. അപ്പൊ ഒരുപാട് ഇങ്ങനെ ലൂസ് ഫോമിലാവാൻ പാടില്ലാന്ന്. നമ്മൾ ചെയ്യണ മെത്തേഡാട്ടോ. ഞാൻ എപ്പോഴും പറയുന്നുണ്ട് നമ്മുടെ മെത്തേഡാന്ന്, വേറെ ആരുടെ അല്ലാന്നുള്ളത്. ഈ ഒരപ്പം ഓരോ പ്രദേശങ്ങളിലും ഓരോ രീതിയിലാണ് ഉണ്ടാക്കുന്നത്. ഇത് മാത്രല്ല, എല്ലാ പാചകങ്ങളും അങ്ങനെ തന്നെയാണ്. ഓരോ സ്ഥലത്തും ഓരോ രീതിയിലാണ് ഒരു പാചകം ചെയ്യുന്നത്. കാരണം അതിന് പ്രത്യേകിച്ച് നിയമങ്ങളൊന്നും ഇല്ലല്ലോ. ഇത് ഇന്ന രീതിയിൽ മാത്രമേ ചെയ്യാവുള്ളൂ എന്ന് പ്രത്യേകിച്ച് നിയമങ്ങൾ ഉണ്ടാവില്ല. പ്രത്യേകിച്ച് ട്രഡീഷണൽ ഐറ്റംസ് ഒക്കെ ആണെങ്കിൽ അവരുടെ തലമുറകൾ പറഞ്ഞു കൊടുക്കുന്ന രീതിയായിരിക്കും അവര് ഫോളോ ചെയ്യുന്നത്. ഓരോ വീട്ടിലും അങ്ങനെ തന്നെയായിരിക്കും. അപ്പൊ നമുക്കൊന്നും തെറ്റാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ആരുടെ രീതിയും തെറ്റാന്ന് പറയാൻ പാടില്ല. പിന്നെ സജഷൻസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യാം, അത്രേ ഉള്ളൂ. വെള്ളം ഇനിയും വേണം അല്ലേ? തീരെ ഡ്രൈ ആയിട്ട് പറ്റൂല. ഇച്ചിരി ഒന്ന് എന്നാ അല്ല, ഇച്ചിരി അല്ല വേണം. കുതിരും ഇത് വറുത്ത പൊടിയില്ലേ, ഉണങ്ങിയിരിക്കണല്ലേ. അപ്പം പച്ചപ്പൊടിയാണെങ്കിൽ ഇത്രയും വേണ്ട, ഡ്രൈ ആയിട്ടിരിക്കുന്ന പൊടിയായതുകൊണ്ട് പോരാ. ഇനി നമ്മൾ 10 മിനിറ്റ് വെച്ചേച്ച് അന്നേരം ഇച്ചിരി കൂടെ ഇതാവുക, ഉണങ്ങും പൊടി. ഞാൻ പേടിച്ച് ഒഴിക്കണം. കൂടിപ്പോയാൽ പിന്നെ പ്രശ്നമാണല്ലോ. കുറഞ്ഞു പോയാൽ നമുക്ക് ഒഴിച്ച് കൊടുക്കാം. എന്നാലും പോരാ. ഈ പരുവത്തിന് കുഴച്ച് വെച്ച് ചിലപ്പോൾ ഇച്ചിരിയോടെ വേണ്ടി വരുന്നാണ്. അത് ചുടാൻ നേരത്ത് കാണിക്കാം കേട്ടോ. ഏതാണ്ടായിട്ടുണ്ട്. ഇങ്ങനെ പരത്തി വെക്കും നമ്മള് പ്ലേറ്റില്, കൈ കൊണ്ട് തന്നെ. ദേ ഇനിയിപ്പോ എന്നാ ചെയ്യണേന്നറിയാമോ? ദേ ചുവന്നുള്ളി, വേപ്പില മാത്രം വെളിച്ചെണ്ണയിൽ മൂപ്പിച്ചതാ. ഇത് ശരിക്കും ചെയ്യേണ്ടത് ചുടണ അപ്പത്തിനാ ഇത് ചെയ്യണ. ഉരുളിയില് കനല് കോരിയിട്ട് ചുടും. ഞാൻ പല ആവർത്തി പറഞ്ഞിട്ടുണ്ട്. കോട്ടപ്പടിയിലെ ഇച്ചാച്ചന്റെ, അതായത് എൻ്റെ അമ്മായിയുടെ ഭർത്താവ് ഇച്ചാച്ചന്റെ, ഐസക് ഇച്ചാച്ചന്റെ അമ്മയുടെ ഈ പെസകാപ്പം ചുട്ടത് ഉഗ്രന. ഞാൻ കഴിച്ചേക്കണതിൽ ഏറ്റവും രുചിയുള്ളത് അതാ. ആ അപ്പം അമ്മായി അതേപടി പകർത്തി പഠിച്ച് നല്ല ഭംഗിയായിട്ടുണ്ടാകും. എന്നാലും നിങ്ങൾ കോട്ടപ്പടിയിലെ അമ്മായിയുടെ വീഡിയോ കണ്ടില്ലേ? അമ്മായിയുടെ കാര്യം പറഞ്ഞത്. അപ്പം ആ അമ്മയുടെ ഇത് അപ്പം ഞാൻ ഒരുപാട് പ്രാവശ്യം വെക്കേഷൻ സമയമല്ലേ, ഈസ്റ്റർ തന്നെ അവിടെ ഇങ്ങനെ പോയി നിൽക്കുമ്പോൾ കഴിച്ചിട്ടുണ്ട്. അപ്പം ചുടണ അപ്പത്തിനാണ് ഇത് ചേർക്കേണ്ടത്, ഉള്ളിയും വേപ്പിലയും മൂപ്പിച്ച്. പക്ഷെ ഒരു പ്രാവശ്യം ഞാൻ ഇവിടെ പുഴുങ്ങിയപ്പോൾ ഇത് ചേർത്തപ്പോൾ അപ്പം പറഞ്ഞു പുഴുങ്ങുവാണെങ്കിലും ഇച്ചിരി ചേർത്തോ, അപ്പോൾ ഒരു പ്രത്യേക രുചിയാണ്. അത് കാരണം ഞാൻ ഇച്ചിരി ചുമന്നുള്ളി, കുറെ ചുമന്നുള്ളി ഉണ്ടായിരുന്നു,
വഴന്നു വരുമ്പോൾ ഇത്രയും ആയി പോണതാട്ടോ. ഇപ്പൊ ചുവന്നുള്ളിയും കുറച്ച് വേപ്പിലയും കൂടെ വെളിച്ചെണ്ണയിൽ വെറുതെ മൂപ്പിച്ചെടുത്തേക്കണം കേട്ടോ. അത് ഇതിന്റെ കൂടെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കുക കേട്ടോ. എന്നിട്ട് ഇപ്പൊ 10:45 ഒരു 15 മുമ്പ് നമുക്ക് അടുപ്പത്ത് കയറ്റാം ഫസ്റ്റ് അപ്പോൾ കേട്ടോ. ഞാൻ വെച്ചാൽ ഒരുപാട് നേരം ഇത് വെച്ചേക്കണ്ട, ഇത് പൊങ്ങാനോ ഒന്നും ഇല്ലല്ലോ ഇത്. അങ്ങനെ ഇനിയിപ്പോൾ ഇതൊന്ന് ഈ ഉള്ളി ഇത് ചെയ്തൊന്ന് മിക്സ് ചെയ്യുക, അത്രയും. ഈ ഉണക്കലരി ഇല്ലേ, അതായത് പാടത്ത് കൃഷി ചെയ്തേച്ച് നെല്ല് കിട്ടിക്കഴിഞ്ഞ് വെയിലത്തിട്ട് ഉണക്കി വെച്ച് പുഴുങ്ങാതെ മില്ലിൽ കൊണ്ടുപോയി കുത്തിച്ചെടുക്കണം ഉണക്കലരി. ആ ഉണക്കലരി കുതിർത്തി വെച്ച് പൊടിച്ചെടുത്ത് വറുത്തട്ടോ പച്ചപ്പൊടിയായിട്ടോ പച്ചപ്പൊടിയും കൊണ്ടോ അപ്പം ചുട്ട് കഴിഞ്ഞാൽ നല്ല ബ്രൗൺ കളർ കിട്ടും. ഉണക്കലരിക്ക് ശരിക്കും അങ്ങനെയല്ലേ, ഉണക്കലരിയുടെ നെല്ലുകുത്തരിയുടെ നിറം അങ്ങനെയല്ലേ, ബ്രൗൺ നിറമല്ലേ. പുഴുങ്ങാതെ ഉണക്കലരി കുത്തി ചെയ്ത് കഴിഞ്ഞാൽ അത് ചെയ്യണവരിപ്പോഴും കൃഷിയുള്ളവർ അങ്ങനെ ചെയ്യുന്നുണ്ടാവും. കൃഷി ഇല്ലാത്തവർക്കും ഷോപ്പുകളിൽ അവൈലബിൾ അപ്പം ഉണക്കലരി മേടിച്ചു കഴിഞ്ഞാൽ നല്ല ഡാർക്ക് ബ്രൗൺ കിട്ടും അപ്പത്തിന് കേട്ടോ. അത് ഞാൻ അതൊക്കെ ഓരോ അഭിപ്രായങ്ങൾ ഇത് ചുടണ കൂടെ പറഞ്ഞതാണ്. ഞങ്ങളിപ്പോൾ അതൊന്നുമല്ല, ഇപ്പം പൊടിയെടുത്തത് കാണിച്ചത് എങ്ങനെയാണെന്നുള്ളത്. ദേ ഇനി നമുക്കൊരു 11 ആകുമ്പോഴത്തേക്കും അടുപ്പത്ത് കയറ്റാം. ഇത് മതി. ഓക്കെ, അപ്പം ഞങ്ങളൊരു 10 മിനിറ്റ് പരത്തിയതും പോട്ടെ സെറ്റ് ആവാനായിട്ട് വെച്ചു. അത് കഴിഞ്ഞ് എന്നാന്നറിയാമോ പിന്നെ എടുക്കണത്, പിന്നെ ഇത് അപ്പം റെഡിയാക്കി വെച്ച് വേണം നിങ്ങൾക്ക് കാണാനായിട്ട് വീഡിയോ ഇടാം. അതുകൊണ്ട് ഞാൻ ഇതിലേക്ക് കൈകൊണ്ട് തന്നെ സെറ്റ് ആക്കുക. ദേ ഈ പാത്രത്തിലാണ് ഞങ്ങളുടെ പ്രഷർ ഞങ്ങളുടെ അപ്പച്ചെമ്പിനില്ലേ, ഇതിനകത്ത് ഇത് വെച്ചാൽ സ്റ്റീൽ പ്ലേറ്റ് വെച്ച് കഴിഞ്ഞാൽ വലിപ്പം കൂടുതലാണ്. അപ്പച്ചെമ്പ് ചെറിയ ഞങ്ങളുടെ ക്യൂട്ടായിട്ടുള്ള കുഞ്ഞപ്പച്ചെമ്പ. അപ്പൊ അതുകൊണ്ട് ഞാൻ ഈ തട്ടിലാട്ടോ ചൂടണത്. അപ്പൊ തട്ടില് എണ്ണ പുരട്ടി മയപ്പെടുത്തണം, കാരണം അപ്പം കട്ട് ചെയ്യുമ്പോ അല്ലെങ്കിൽ കിട്ടൂല. അപ്പൊ ഇനി അതിലേക്ക് നമുക്ക് വെച്ച് പരത്തി വെക്കാം. സ്പൂൺ കൊണ്ടല്ലാട്ടോ, അതേ കൈ കൊണ്ടാ. ഞാൻ ആദ്യം പറഞ്ഞായിരുന്നു വെള്ളമൊന്നും വേണ്ട അല്ലേ, ഞങ്ങളുടെ രീതി ഞാൻ പറഞ്ഞായിരുന്നതേ. ഇങ്ങനെ വെക്കണം, ഇച്ചിരൂടെ വേണം. ഇത് ഇങ്ങനെ വെച്ച് എന്ന് കരുതി അപ്പം ഒരിക്കലും വേവാതിരിക്കൂല കേട്ടോ. അപ്പം കടുപ്പം ഉണ്ടാവും, ഹാർഡ് ആയിരിക്കട്ടെ, സോഫ്റ്റ് ആയിരിക്കൂല, പക്ഷെ ഒരിക്കലും വേവാതിരിക്കൂല. നന്നായിട്ട് വേവിച്ചാൽ മതി. ഇനി പരത്തിയെടുക്കാം നമുക്ക് കൈ കൊണ്ട് തന്നെ. അപ്പൊ കൈവിരൽ പാടുകളും അതിൽ പതിയും, കോഴിക്കോട്ടയുടെ പോലെ. ഇതിന് വിരൽപ്പാട് വേണമെന്നില്ല, പക്ഷെ പതിയും അല്ലേ. ചൂടെ വയ്ക്കണം. സൈഡിലെയും സ്പൂണും കൊണ്ട് ശരിയാക്കാം, സ്പാറ്റില കൊണ്ട് ശരിയാക്കാം അല്ലേ. സ്പാറ്റില ആയിരിക്കും നല്ലതായി. തിക്നെസ് ഒരുപോലെ ആക്കാനാണ് ഞാൻ നോക്കണതേ. ഒരിടത്ത് കൂടി ഒരിടത്ത് കുറഞ്ഞു വരുന്നാൽ പറ്റൂല, വേവ് ശരിയാവില്ല. അത്രയും ഉള്ളി മൂപ്പിച്ചിട്ട് അധികം ഇല്ല ഇല്ല. അത് ഞാൻ പറഞ്ഞില്ല, ചുടണേനാട്ടോ അത് ചെയ്യണത്. അപ്പം നല്ല രസമായിരിക്കും, അത് കരിവ് പോലെ ഇങ്ങനെ വരും. അത് ഞങ്ങൾ നോൺ സ്റ്റിക്ക് തവയിൽ ചുട്ട 2 വർഷം മുമ്പാന്ന് തോന്നുന്നു ചുട്ട പെസഹാപ്പത്തിൻ്റെ ഉണ്ട് കൂട്ട. അത് അടിച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും എങ്ങനെയാണ് ചുട്ടേക്കണമെന്നുള്ളത്. ഇപ്പം ഇത്തവണ 2 പുഴുങ്ങണം മാത്രമേ ഉള്ളൂ. എനിക്ക് തോന്നിയേ ഈ കൊല്ലമായപ്പോ എനിക്ക് സ്പാറ്റിലകൾ 3-4 എണ്ണം. അപ്പൊ എന്തുകൊണ്ട് അരികെ സ്പാറ്റില കൊണ്ട് ഷേപ്പ് ചെയ്യാൻ മേലാ, എടുത്തുകൂടാ. അതുകൊണ്ട് ഞാൻ ആ സ്പാറ്റില അങ്ങ് എടുത്തു. ഷേപ്പ് സൈഡില് നല്ല ഭംഗിയായി. പിന്നെ എനിക്ക് പൊട്ടറ്റോടെ എന്തെങ്കിലും മേടിച്ചോണ്ട് തന്നില്ലേ, എനിക്ക് ഉപകാരമായി. അത് പൊട്ടറ്റോ മാഷർ. നീ അങ്ങനെ പറഞ്ഞോളാം. പറഞ്ഞോളാവേ ടീച്ചറേ. നീ നമുക്ക് അപ്പച്ചൻ ഫോൺ ചെയ്യാം, അപ്പേനെ ഒന്ന് വിളിക്കണം. എന്തിനാ അറിയാലോ, ഒരു കാര്യം പറയാനുണ്ട് അതിന് മുമ്പ്. സാധാരണ കുരിശിന്റെ പെസഹാപ്പം ചുടുമ്പോ ആ കുരിശായിട്ട് എടുക്കണ കുരുത്തോ ഓല നമ്മൾ പള്ളിയിൽ നിന്ന് ഓശാനയ്ക്ക് അച്ഛൻ വാഴ്ത്തി തന്നെ കുരുത്തോലയാണ്. ആ കുരുത്തോല വീട്ടിൽ കൊണ്ടുവന്നേച്ച് ചിലര് പാല് കുറുക്കുമ്പോഴും അതിന്റെ മീതെ ഇടുമെന്ന് എനിക്ക് തോന്നുന്നത്. ഞങ്ങളുടെയൊക്കെ അവിടെയും ഇവിടെയൊക്കെ സാധാരണ അപ്പത്തിന്റെ മീതിയാണ് സ്ലീബ വെച്ച് ഒരപ്പം ചുടണത്. സ്ലീബ മീതെ വെച്ച് ഇങ്ങനെ കുരുത്തോലയുടെ ഇതുകൊണ്ട്. പിന്നെ ഒരെണ്ണം പിന്നെ ഉള്ളതൊക്കെ ഓർഡിനറി ചുടും കേട്ടോ, ഞാൻ പറഞ്ഞല്ലോ. അപ്പൊ ആ കുരുത്തോല വീടുകളിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് അത്രയ്ക്ക് പരിശുദ്ധമായിട്ട് നമ്മൾ വാഴ്ത്തിയ കുരുത്തോലയല്ലേ സൂക്ഷിക്കണം. അതായത് ഇവിടെ അപ്പച്ചൻ പണ്ട് പള്ളിയിൽ പോയി കൊണ്ടിരുന്നത്, അപ്പച്ചനുള്ള കാലത്തും അപ്പച്ചൻ കുരുത്തോല കൊണ്ടുവരുമായിരുന്നു. എന്നിട്ട് ആ ബർത്തിൽ ചുമ്മാ ഇങ്ങനെ വെച്ചേക്കും. അമ്മച്ചി എപ്പോഴും വഴക്ക് പറഞ്ഞാൽ ഞാൻ ഓർക്കണ്ട അപ്പച്ചനോട്, ഇത് പള്ളിയിൽ അവിടെ വെച്ചേച്ച് പോരാൻ മേലെ ഇത് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ എങ്ങനെയാണോ കാണിക്കണേ എന്നൊക്കെ അപ്പച്ചനോട് ചോദിക്കാറുണ്ട്.
അന്ന് നമ്മൾ അത്രയൊന്നും ചിന്തിക്കൂല അതിന്റെ പരിശുദ്ധി. പിന്നെ നമ്മൾ ഓരോ ഇതിലേക്ക് വരുമ്പോഴാണ് ഓരോ കാര്യങ്ങൾ മനസ്സിലാക്കണം. അപ്പൊ അത് കാരണം ആ കുരുത്തോല ഇവിടെ ഇല്ല. പള്ളിയിൽ നിന്ന് ഇത് കിട്ടണ കുരുത്തോല അല്ല ഇവിടെ ഉള്ളത്. അപ്പോൾ ഒരു തൈ തെങ്ങേന്ന് അപ്പ രാവിലെ തന്നെ ഓല ഇങ്ങനെ കൂമ്പ് പോലെ വിടർന്ന് വന്നതിന്റെ ഓല കട്ട് ചെയ്ത് ഇവിടെ ഷേപ്പാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് അപ്പേനെ കൊണ്ട് ഇതിന്റെ പുറത്തത് വെപ്പിക്കാം. ഞാൻ വെച്ചാലേ ചിലപ്പോ സെന്ററിൽ വെക്കേണ്ടത് ഒരു സൈഡിലേക്ക് മാറും, ചിലപ്പോ ഈ സൈഡിലേക്ക് മാറും, കറക്റ്റ് ആവൂല. അതുകൊണ്ട് അപ്പയും ചില പെർഫെക്ഷനിസ്റ്റുകാരുണ്ട്, അവരൊക്കെ വെച്ചാലേ കറക്റ്റ് ആവും. അപ്പൊ നമുക്ക് അപ്പനെ വിളിക്കാം. ഇത് മൂടട്ടെ, ഇനി വേറൊരു അപ്പത്തിനും കൂടെ ഉള്ളത്. ഇപ്പൊ 3 ഉണ്ടെന്നൊക്കെ പറഞ്ഞ് 2 ഉണ്ടാവുള്ളൂ. ഇച്ചിരി തിക്കായിട്ട് എടുത്തേക്കണം, തീരെ നൈസായിട്ടിരുന്ന കൊള്ളൂല്ല. ഇത് കടുകടുവപ്പല്ലേ, ഇത് പോരെ സൈഡൊക്കെ. ഇങ്ങനെയുണ്ട് സ്പാറ്റില കൊണ്ട് ഷേപ്പ് ചെയ്തത്. അപ്പൊ പറയും ഇത് ഏതായാലും തരക്കേടില്ലാന്ന്, സ്പാറ്റില കൊണ്ട് ഷേപ്പ് ചെയ്തതുകൊണ്ട്. ഷേപ്പിംഗ് കറക്റ്റ് ആന്ന് അപ്പൊ പറയും. ടേസ്റ്റ് അപ്പച്ചെങ്കിലും ഇഷ്ടപ്പെടും. അപ്പൊ പറയാറുണ്ട് പെസഹാപ്പം സൂപ്പറാണ്. ഈ ആണ്ടിലൊരിക്കൽ ഉണ്ടാക്കണോണ്ടേ അത്ര വലിയ ഐഡിയ ഒന്നുമില്ല. പിന്നെ ഞാൻ അമ്മായിനൊക്കെ വിളിച്ചു ചോദിച്ചു ഇങ്ങനെ തന്നെ അറിയുന്ന കാര്യം വീഡിയോയിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നോക്കാനൊക്കെ മടിയായതുകൊണ്ട് വേറെ എന്തെങ്കിലും രീതിയിലുണ്ടോ എന്നൊക്കെ ഒന്ന് വിളിക്കും. ഇടയ്ക്ക് വിളിക്കുമ്പോൾ ഒരു കുശലം ചോദിക്കുവായി, ചെക്ക് ചെയ്യുവായി. അപ്പൊ ചെമ്പില വെള്ളം ഒഴിച്ചിട്ടുണ്ട്, അതൊക്കെ എല്ലാവർക്കും അറിയാം. എന്നിട്ട് മറ്റേ തട്ട് വെച്ചിട്ടുണ്ട്, അതിന്റെ മീതെ ഈ തട്ടും കൂടെ അങ്ങ് വെച്ചു. വെള്ളം ഒട്ടും ഇതിലേക്ക് പാടില്ല. അപ്പനെ വിളിക്ക്, വാപ്പ അത് വെച്ചതാ, കുരുത്തോല വെച്ചതാ, സെന്റർ ആണോ? അയ്യോ വെച്ചേക്കണ സൈഡൊക്കെ ഒന്ന് നോക്കിയാ സ്പാറ്റില കൊണ്ട് ഷേപ്പ് ചെയ്തതാ. അപ്പത്തിന്റെ സൈഡ് ഇത്തവണ സ്പാറ്റില കൊണ്ടാ ചെയ്തത്. ഞാനും പെർഫെക്ഷനിസ്റ്റുമാരുടെ കൂടെ കൂടിയേ അതൊക്കെ പഠിച്ചു തുടങ്ങി. കറക്റ്റ് അല്ലേ നോക്കിയേ? പിന്നെ അതില്ലേ ഹെഡ് വെച്ച് കഴിഞ്ഞാ പിന്നെ കറക്റ്റ് ആവും. എവിടെ പിന്നെ ഹെഡിന്റെ കൂടെയുള്ള സൈഡ് വെച്ചാലും കറക്റ്റ് ആവും. പക്ഷെ ഹെഡിന്റെ കൂടെ കൂടിയ ആള് വെച്ചാൽ സാധനം ഉണ്ടാക്കാൻ പിടിക്കുക. ഇങ്ങനെയുള്ള വർക്ക് ക്രാഫ്റ്റ് എന്റെ പരിസരത്തോടെ ഇല്ല. അതിനു വേണ്ടി ഞങ്ങളുടെ മകള് എന്റെ ക്ഷമ പരീക്ഷിക്കണ്ടെന്നും പറഞ്ഞ് 2 തരം മോൾഡ് മേടിച്ചു തന്നു കോഴിക്കോട്ടയ്ക്ക് വേണ്ടി. പിന്നെ കഴിഞ്ഞ കൊല്ലം ഉള്ളിക്കൊട്ട വെളുത്തുള്ളിയുടെ ഇതുപോലെ ഇരിക്കും പോലെയുള്ള ഒരെണ്ണം, ഇത്തവണ റൗണ്ട് ഷേപ്പിലുള്ളത്. അപ്പൊ എന്റെ ക്രാഫ്റ്റിന്റെ അവസ്ഥ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇപ്പൊ ഇനി അടയ്ക്കട്ടെ, ഇനി അടുത്തതും ഒന്നതിനും കൂടെ ഉള്ളു. അടുത്ത തട്ടിലും ഇതുപോലെ ഇത് വാങ്ങുമ്പോ അത് വെക്കാം. ഓക്കെ, ഇപ്പൊ നമുക്കേ 20 മിനിറ്റ് ആയി, ഒന്ന് തുറക്കാം. ഏതാണ്ട് വേവായിട്ടുണ്ടാവും, അധികം കട്ടിയിൽ വെച്ചിട്ടില്ലല്ലോ. എങ്ങനെയുണ്ട് കണ്ടിട്ട്? വെന്തതായിട്ട് തോന്നണം. ഒരു കാര്യം ചെയ്യാം, ഒരു സെക്കൻഡേ ഞാനൊന്ന് അപ്പയാൻ എടുത്ത ഇതിന്റെ ഈർക്കിളിയാ കൊലയുടെ ഇങ്ങോട്ട് നമുക്കൊന്ന് കുത്തി നോക്കാം. അപ്പൊ ഇതിൽ പിടിച്ചിട്ടില്ലെങ്കിൽ വെന്തിട്ടുണ്ടെന്ന് അർത്ഥം. അതെല്ലാവർക്കും അറിയാം. മട്ടയപ്പം നമ്മൾ നോക്കണല്ലേ. ഇല്ല, വെന്തു. അതിങ്ങനെ അരികിലിങ്ങനെ വിട്ടുപോകുന്ന ആ സാധനം. അതുകൂടാതെ വേറൊരു കാര്യം കൂടെ ചെയ്യണ്ടേ. വെന്തു. ഓക്കെ, ഇനി മതി. ഇവിടെ നോക്കിയേക്കാൻ വേണമെങ്കിൽ ഒരു കുഴപ്പമില്ല. ഇനി നമുക്ക് എടുക്കാം. എടുത്ത് അപ്പുറത്തേക്ക് മാറ്റാം കേട്ടോ. എന്നിട്ട് ഓരോ നമ്മള് വെക്കാനുണ്ട്. അതെ, ഓഫ് ചെയ്യാം. അങ്ങനെ ഉച്ചക്ക് മുമ്പ് പെസഹ അപ്പം ആദ്യത്തെ റെഡിയായി. 11:30 എടുക്കട്ടെ. മീനപ്പാട്ടോ ഇങ്ങോട്ട് വയ്ക്കുക. അമ്മ പെസഹാപ്പം ഒക്കെ ഉണ്ടാക്കി. ഒന്ന് കണ്ടേ എങ്ങനെയുണ്ടെന്ന്. രണ്ടെണ്ണം ഉണ്ട്. ഒന്ന് കുരിശിട്ടാ, പപ്പ കുരിശ് വെച്ചപ്പം തൊട്ട് നോക്കിക്കോ. എങ്ങനെയുണ്ട്? മാർഗവേ ഇല്ല, ഈ അപ്പത്തിന് അങ്ങനെയാണ്. ഒന്ന് വേറെ ഇവിടെ അത് കുരിശിടാത്തത് ഒടിനാണ്. കഴിക്കുമ്പോ പറയാം. അതെ, അഭിപ്രായം അല്ലേ. ഞാൻ ഉച്ചത്തെ പരിപാടി നോക്കട്ടെ. മാങ്ങാ ചമ്മന്തി ഇങ്ങനെയുള്ളതൊക്കെ.